എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് ഷാഫി പറമ്പിലും മൂന്നക്കത്തിന് മുകളിൽ ഒരു സംഖ്യ കണ്ടാൽ തലകറങ്ങുന്ന ചില മാധ്യമ പ്രവർത്തകരും പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളമുണ്ട്. BJPക്ക് പാലക്കാട് വലിയ ജയസാധ്യതയുണ്ടത്രേ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ BJP ജയിച്ചാലും പാലക്കാട് ജയിക്കില്ല. അതാണ് ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. അതറിയാൻ മനോരമ മാത്രം വായിച്ചാൽ മതി. പൊതു സ്വീകാര്യനും സർവ്വസമ്മതനുമായ NMR റഫീഖാണ് പാലക്കാട്ടെ LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ കളത്തിലിറക്കിയപ്പോൾ എന്തുകൊണ്ടാണ് മീഡിയ ഒന്നിലെ ജമായത്തെ ഇസ്ലാമി എഡിറ്റർ C ദാവൂദിന് മൂട്ടിൽ തീപിടിച്ചത്? എന്താണ് ദാവൂദ് സാഹിബിന്റെ പ്രശ്നം? നമുക്കത് നോക്കാം. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന. പ്രതിമാസം 100 രൂപ നൽകി ന്യൂസ് ബുള്ളറ്റ് കേരളയെ സാമ്പത്തികമായി നിലനിർത്താൻ സന്മനസ്സുള്ളവർ nbkerala.com എന്ന വെബ്സൈറ്റ് ദയവായി സന്ദർശിക്കുക. അതിൽ കൂടുതൽ സംഭാവന നൽകാൻ സന്നദ്ധതയുള്ളവർ 7994903388 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് നിങ്ങളുടെ സംഭാവന അയക്കുക. ഒപ്പമുണ്ടാവുക. രണ്ട് കാര്യങ്ങളാണ് ദാവൂദ് ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞത്. ഒന്ന്, CPM പാലക്കാട് 3ാം സ്ഥാനത്താണ്. രണ്ട്, LDF മുസ്ലിം സ്വതന്ത്രനെ രംഗത്തിറക്കിയിരിക്കുന്നത് മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ച് BJPയെ വിജയിപ്പിക്കാനാണ്. യഥാർത്ഥത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ VD സതീശനാണ് C ദാവൂദ്. എന്തും ആഴത്തിൽ പഠിച്ച് പ്രതികരിക്കുന്ന വിദഗ്ധനാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാവം. പക്ഷെ പറയുന്നത് മുഴുവൻ അബദ്ധവും. വിദഗ്ധന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇക്കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലം തിരിച്ച് മനോരമ ഒരു വോട്ട് കണക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കണക്കാണ് സ്ക്രീനിൽ. മൂന്നക്കത്തിന് മുകളിൽ ഒരു സംഖ്യ കണ്ടാൽ തലകറങ്ങില്ലെങ്കിൽ ദാവൂദ് സാഹിബ് പാലക്കാട്ടെ കണക്കൊന്ന് നോക്കൂ. UDFന് 49,741 വോട്ടുകൾ, LDFന് 43,802 വോട്ടുകൾ, BJPക്ക് 37,902 വോട്ടുകൾ. UDFന്റെ ഭൂരിപക്ഷം 5,939. LDF ആണ് 2ാം സ്ഥാനത്ത്. 2019 ശബരിമല വിരുദ്ധ വികാരം LDFനെതിരെ ആഞ്ഞടിച്ച തിരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ LDFന് കിട്ടിയത് 44,086 വോട്ടുകൾ, BJPക്ക് 39,963 വോട്ടുകൾ. അന്നും BJP 3ാം സ്ഥാനത്താണ്. പാലക്കാട് LDF 3ാം സ്ഥാനത്താണെന്ന ദാവൂദിന്റെ നിരീക്ഷണം ഈ കണക്കുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്നതേയല്ല. ദാവൂദിന്റെ മറ്റൊരു ആക്ഷേപം ഇതാണ്: മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ ജയിപ്പിക്കാനാണ് അത്രേ CPM മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അതെന്ത് കണക്കാണ് ദാവൂദ് സാഹിബെ? 1ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFൽ നിന്ന് കുറെ മുസ്ലിം വോട്ടുകൾ 2ാം സ്ഥാനത്തുള്ള LDFന് ലഭിച്ചാൽ എങ്ങനെയാണ് 3ാം സ്ഥാനത്തുള്ള BJP ജയിക്കുന്നത്? അതെന്ത് കണക്കാണ് ദാവൂദെ? 1ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFൽ നിന്ന് 3000 മുസ്ലിം വോട്ടുകൾ LDFലേക്ക് മറിഞ്ഞാൽ മനോരമയുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് LDF സ്ഥാനാർത്ഥി 61 വോട്ടിന് ജയിക്കും. ഈ കണക്കൊരു ആവേശമായി പാലക്കാട്ടെ LDF പ്രവർത്തകരുടെ ഞരമ്പിൽ പടർന്നാൽ വോട്ടർമാരെ ഈ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിൽ അവർ വിജയിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് LDF പിടിച്ചെടുക്കും. അതല്ലേ യാഥാർത്ഥ്യം? ഇനി പാലക്കാട് BJPക്ക് ജയിക്കാൻ വല്ല സാധ്യതയുമുള്ള മണ്ഡലമാണ്. മനോരമയുടെ കണക്ക് തന്നെ നമുക്ക് ആശ്രയിക്കാം. BJPക്ക് ഇപ്പോൾ ലഭിച്ചത് 37,902 വോട്ടുകളാണല്ലോ. അതാണല്ലോ ലോക്കൽ ബോഡി ഇലക്ഷന്റെ സ്ഥിതി. നമുക്കറിയാം BJPക്ക് വലിയ ശക്തിയുള്ളത് പാലക്കാട് നഗരസഭയിലാണ്. നഗരസഭ ഭരിക്കുന്നത് അവരാണ്. അവിടെ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 25 സീറ്റാണ്. വോട്ടുകളുടെ എണ്ണം 25,883. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നഗരസഭയ്ക്ക് പുറമെ കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകൾ കൂടിയുണ്ട്. അവിടെ എത്ര വോട്ടാണ് BJPക്ക് കിട്ടിയത്? ആകെ കിട്ടിയ 37,902 നിന്ന് പാലക്കാട് നഗരസഭയിൽ കിട്ടിയ 25,883 വോട്ടുകൾ കുറച്ചാൽ ബാക്കി 3 പഞ്ചായത്തുകളിലും കൂടി കിട്ടിയ വോട്ടുകളായി അല്ലെ? അപ്പോ 37,902 മൈനസ് 25,883 സമം 12,019 വോട്ട്. ഈ 3 പഞ്ചായത്തുകളിലും കൂടി കിട്ടിയ 12,000 വോട്ടും വെച്ചാണോ BJP പാലക്കാട് ജയിക്കാൻ പോകുന്നത്? അസംഭവ്യം, അസംഭവ്യം. ഇനി ഈ 3 പഞ്ചായത്തുകളിലും കൂടി UDFനും LDFനും എത്ര വോട്ടുണ്ട്? ആദ്യം നമുക്ക് UDFന്റെ കണക്ക് നോക്കാം. UDFന് നഗരസഭയിൽ കിട്ടിയത് 29,531 വോട്ടാണ്. മനോരമയുടെ കണക്കനുസരിച്ച് UDFന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാലക്കാട് മണ്ഡലത്തിൽ ആകെ കിട്ടിയത് 49,741 വോട്ടുകൾ. അപ്പൊ ബാക്കി 3 പഞ്ചായത്തുകളിൽ എത്രയാണ്? 20,210. ഇനി LDFന്റെ വോട്ട് നോക്കാം. മനോരമയുടെ കണക്കനുസരിച്ച് ആകെ LDF വോട്ട് 43,802. നഗരസഭയിൽ മാത്രം 19,934. ബാക്കി 3 പഞ്ചായത്തുകളിൽ കൂടി LDFന് കിട്ടിയത് 23,868 വോട്ടുകൾ. പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് നഗരസഭ മാറ്റി നിർത്തിയാൽ നിലവിലെ കണക്ക് പ്രകാരം മറ്റ് 3 പഞ്ചായത്തുകളിലും കൂടി LDF 3,658 വോട്ടുകൾക്ക് മുന്നിലാണ്. നമുക്കിനി BJPയുടെ കണക്കിലേക്ക് തന്നെ മടങ്ങാം. ഇപ്പോൾ BJPക്ക് 3 പഞ്ചായത്തുകളിൽ ഉള്ളത് 12,019 വോട്ടാണ്. ആ കണക്ക് മറക്കരുത്. ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി തന്നെയാണ് 2016ലും പാലക്കാട് മത്സരിച്ചത്. അന്ന് അവർക്ക് ആകെ കിട്ടിയത് 40,062 വോട്ടാണ്. നഗരസഭയിൽ മാത്രം അന്ന് കിട്ടിയത് 28,026 വോട്ടുകൾ. അപ്പോൾ ബാക്കി 3 പഞ്ചായത്തുകളിലെ സ്ഥിതി എങ്ങനെയാണ്?
12,036. 10 വർഷം മുമ്പത്തെ അതേ സ്ഥിതി തന്നെയാണ് ഈ 3 പഞ്ചായത്തുകളിലും BJPക്ക് ഇപ്പോഴും ഉള്ളത്. പാലക്കാട് BJP ജയിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ 3 പഞ്ചായത്തുകളിലും കൂടി വൻതോതിൽ BJPക്ക് അനുകൂലമായ ഒരു വോട്ട് ഷിഫ്റ്റ് വരണം. അതിനുള്ള സാധ്യത നിലവിൽ തീരെയില്ല എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി നടന്നതുപോലെ വലിയ തോതിൽ വോട്ട് മറിയണം. അങ്ങനെ വോട്ട് മറിക്കാനുള്ള ശേഷി നിലവിലെ BJP സ്ഥാനാർത്ഥിക്കുണ്ടെന്ന് അവർ പോലും അവകാശപ്പെടുകയില്ല. എത്ര കാടിളക്കി പ്രചരണം നടത്തിയാലും കോടികൾ കുത്തിവാരി ഒഴുക്കിയാലും ഈ 3 പഞ്ചായത്തുകളിലും BJPക്ക് നിലവിൽ ഒരു അത്ഭുതവും കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. നഗരസഭയിൽ തന്നെ BJP ശോകാവസ്ഥയിലാണ്. 2015 BJP നഗരസഭ പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് ആകെ ലഭിച്ചത് 28,764 വോട്ടുകളാണ്. അതിനേക്കാൾ 738 വോട്ട് കുറവാണ് 2016 ശോഭാ സുരേന്ദ്രന് ലഭിച്ചത്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് നഗരസഭയിൽ വീണ്ടും വോട്ട് കുറഞ്ഞു. 27,197 വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് വീണ്ടും കുറഞ്ഞ് 25,888 ആയി. അതായത് പഴയതും പുതിയതുമായ ഒരു കണക്കും പാലക്കാട്ടെ BJPക്ക് അനുകൂലമേ അല്ല. കണ്ണാടി, പിരായിരി, മാത്തൂർ പഞ്ചായത്തുകളിൽ ബഹുദൂരം പിന്നിൽ നിൽക്കുന്ന BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് വിജയം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. കാടിളക്കി ഒരു ഓളം ഉണ്ടാക്കാം, അത്ര തന്നെ. അതിലപ്പുറമൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ പാലക്കാട് BJP ജയിക്കുമെന്ന് പേടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അത് വേറൊരു കളിയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് പാലക്കാട് BJP ജയിക്കാൻ പോകുന്നേ എന്ന പ്രചരണം കൊടുമ്പിരിക്കൊള്ളുന്നത്. ആ പ്രചരണത്തിന് പിന്നിൽ ഷാഫി പറമ്പിലും അദ്ദേഹത്തിന്റെ PR ടീമുമാണ്. 2019, 24 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും 25 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ലഭിച്ച വോട്ട് നോക്കിയാൽ ശരാശരി 44,000 അടിസ്ഥാന വോട്ട് LDFന് പാലക്കാടുണ്ട്. ലോക്സഭയിലും പഞ്ചായത്തിലും 5,000, 6,000 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിൽ UDFന് പിന്നിൽ 2ാം സ്ഥാനത്താണ് LDF. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ഈ ചിത്രം എങ്ങനെയാണ് മാറുന്നത്? എന്തുകൊണ്ട് UDF 1ാമതും BJP 2ാമതും LDF 3ാമതും വരുന്നു? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും പാലക്കാട് BJP ജയിക്കാൻ പോകുന്നേ എന്നൊരു പ്രതീതി പരക്കും. ആ പ്രതീതിയിൽ പാലക്കാട്ടെ മതന്യൂനപക്ഷങ്ങൾ ചകിതരാകും. അതിൽ LDFന്റെ അണികളും അനുഭാവികളും ഉൾപ്പെടും. അവർ UDFന് വോട്ട് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഡോക്ടർ സരിൻ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസ് ബുള്ളറ്റ് കേരള പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പഠിച്ചിരുന്നു. 2011, 14, 15, 19, 20 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ വസ്തുത ഇതാണ്. പാലക്കാട് നഗരസഭയിൽ മാത്രം LDFന് ശരാശരി 21,388 വോട്ടുണ്ട്. പക്ഷെ BJP ജയിക്കാൻ പോകുന്ന എന്ന ഭീതി ഉയരുമ്പോൾ ഇത് 17,014 കുറയുന്നു. UDFന് പാലക്കാട് നഗരസഭയിൽ ശരാശരി 24,660 വോട്ടുകളുണ്ട്. BJP ഭീതി ഉയരുമ്പോൾ നഗരസഭയിൽ UDFന് അനുകൂലമായി പൂർണ്ണമായ തോതിൽ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകുമ്പോൾ UDFന്റെ വോട്ട് 29,914 വരെയാകും. സമാനമാണ് പിരായിരി പഞ്ചായത്തിലെയും സ്ഥിതി. ഞങ്ങളുടെ പഠനത്തിൽ ബോധ്യപ്പെട്ടത് BJP ഭീതി ഉയരുമ്പോൾ പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലുമായി 22% വോട്ടുകൾ LDFൽ നിന്ന് UDFലേക്ക് ഒഴുകുന്നു എന്നാണ്. ഇവിടെയാണ് NMR റഫീഖ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രസക്തി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന പ്രകാരം പാലക്കാട് നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയും SDPIയും UDFും നേടിയ വോട്ടുകൾ കൂട്ടിച്ചേർത്താൽ 29,531. ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണത്തിന്റെ അങ്ങേയറ്റത്താണ് നിലവിൽ UDF. അങ്ങനെ സംഭവിക്കുമ്പോഴും മണ്ഡലത്തിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം 6,000 വോട്ടിൽ താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായും പൊതുസമ്മതനായ NMR റഫീഖിന്റെ സ്ഥാനാർത്ഥിത്വം UDFന്റെ ഉറക്കം കെടുത്തും. പക്ഷെ ഉറക്കം കെടുന്നത് UDFനാണെങ്കിലും പിച്ചും പേയും പറയുന്നത് മീഡിയ 1ൽ സീതാവൂദാണ്. പാലക്കാട് നഗരസഭയിലും പിരായിരി